ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ നല്ല സൂപ്പർ ടേസ്റ്റി കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തി പൊറോട്ടേൻ്റെ കൂടെ ഡ്രൈ നല്ലതാണ്, ചോറിൻ്റെ കൂടെയും കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഏറ്റവും ആദ്യം നമ്മൾ പാനിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഉണക്കമുളക് ഒരു 7-8 ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ കാശ്മീരി മുളകാണ്, കാരണം നല്ല കളറും കിട്ടും, അത്ര എരിവും ഇല്ല. നിങ്ങൾ ഏത് മുളക് യൂസ് ചെയ്യുന്ന ആ രീതിയിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് എടുത്താൽ മതി. അത് നല്ലപോലെ ഫ്രൈ ചെയ്ത് മുത്തുകഞ്ചി ഫ്രൈ ആയിക്കഴിഞ്ഞ് ഇത് മാറ്റി വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ നമ്മൾ ഇച്ചിരി വെളുത്തുള്ളി ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല ഇച്ചിരി ഗോൾഡൻ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഫ്രൈ ആയി കഴിഞ്ഞ് ഒരു കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 8-10 ഉള്ളി ഇട്ടുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഇച്ചിരി ഫ്രൈ ആക്കാം. ഒത്തിരി വേവണമെന്നില്ല, ഇച്ചിരി നല്ലപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ചെറുതായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ കളർ മാറും, അപ്പോൾ അത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഒരു മണം ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കെല്ലാം മാറ്റി വെച്ചേക്കാം. ഇതെല്ലാം ഇച്ചിരി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം, കാരണം ഇതൊരു പേസ്റ്റ് ആക്കണം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇച്ചിരി ഫ്രൈ ആക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കോവയ്ക്ക ഇടുവാണ്. അപ്പോൾ കോവയ്ക്ക ഞാൻ ഇങ്ങനെ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം അങ്ങനെ ചെയ്തിട്ട് ഇതിൽ കോവയ്ക്ക ഇട്ട് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി ഇതിൽ പാകത്തിന് നമുക്ക് ഉപ്പിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ നമുക്ക് വേവിക്കണം. അപ്പോൾ കോവയ്ക്കൊക്കെ ഇച്ചിരി വേവ് കൂടുതലാണ്. ആ രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം എപ്പോഴാണ് വേഗം. ഒരു മിനിമം ഒരു 8 to 10 മിനിറ്റ്സ് എന്തായാലും ഇത് എടുക്കും നല്ലപോലെ വെന്ത് വരാൻ. അപ്പം മൂടി വെച്ചേക്കാം. ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അത് ആയോ ഇല്ലെന്ന്. ഇവിടെ ഇതെല്ലാം തണുത്ത് കഴിഞ്ഞ് നമ്മളൊരു മിക്സർ ജാറിലെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്പൂണ് നമ്മുടെ പുളി ഇടുവാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങേൻ്റെ സൈസിൽ ഒരു പുളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ലിക്വിഡ് ആണെങ്കിൽ 1 സ്പൂണ്. നല്ലപോലെ പേസ്റ്റ് ആക്കുന്നില്ല, കോഴ്സ് ഗ്രൈൻഡ് ആയിട്ടാണ് നമ്മളിത് ഒരു മിക്സ്ചർ പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കി, നല്ലപോലെ പേസ്റ്റ് ഒന്നുമില്ല, വെള്ളം ഒട്ടും ഇട്ടില്ല, ഇച്ചിരി കോഴ്സ് ഗ്രൈൻഡ് ആയിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മുടെ കോവയ്ക്ക് ചെക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് നിങ്ങൾ മിക്സാക്കി നോക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇച്ചിരി വെന്ത് പോലെ തോന്നുന്നുണ്ടോ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വേണം ഇത് വേകാൻ വേണ്ടി, ഇച്ചിരി കൂടി വേകാനുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കൂടി നമ്മളിത് വെന്ത് വേടുക്കുക. അത് കഴിഞ്ഞ് ഇതിലിങ്ങനെ സെൻറ്ററിൽ ഇച്ചിരി സ്പേസ് ആക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ച് മസാല മൊത്തം ഇതിലെടുക്കുക. ഇതിലെടുത്തിട്ട് ഒരു 1 സെക്കൻഡ് അത് ഫ്രൈ ചെയ്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഇത് എന്തിനാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മസാല ഈ കോവയ്ക്കൽ നല്ലപോലെ പെരുട്ടി വരണം, നല്ലപോലെ മിക്സ് ആവണം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഒരു ഈസി ആയിട്ട് മിക്സ് ആവും, അല്ലെങ്കിൽ ഇച്ചിരി നല്ലപോലെ മിക്സ് ആവാൻ പാടാ. ഇപ്പോൾ കണ്ടില്ലേ, കോവയ്ക്ക നല്ലപോലെ കോട്ടായിട്ടുണ്ട്, ഫുൾ മസാല അതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ഇച്ചിരി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡിയായി.